नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 32 രാസക്രീഡാ വർണ്ണനം, പേജ് നമ്പർ 303. തങ്ങളെ സമാധാനിപ്പിക്കാനായി പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കേട്ടു ഗോപിമാർ അത്യന്തം സന്തുഷ്ടരായി. വാക്കുകൾ കേട്ടതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കരചരണാംബുജങ്ങൾ സ്പർശിക്കുകയും കൂടി ചെയ്തപ്പോൾ അവർ വിരഹദുഃഖത്തിൽ നിന്നും പാടെ വിമുക്തരാവുകയും ചെയ്തു. തുടർന്ന് പരമദിവ്യോത്തമ പുരുഷൻ രാസനൃത്തം തുടങ്ങി. അനേകം പെൺകുട്ടികളുടെ മധ്യത്തിൽ നിന്ന് ഒരാൾ നൃത്തം ചെയ്യുന്നതിനെയാണ് രാസനൃത്തമെന്നു പറയുന്നത്. അങ്ങനെ 3 ലോകങ്ങളിലും വച്ച് ഏറ്റവും ഭാഗ്യവതികളും ഏറ്റവും സുന്ദരികളുമായ പെൺകുട്ടികളുടെ മധ്യത്തിൽ കൃഷ്ണൻ നൃത്തം തുടങ്ങി. കൃഷ്ണനിലേക്കു തികച്ചും ആകൃഷ്ടരായ വൃന്ദാവനത്തിലെ ഗോപികമാർ കൃഷ്ണനോടൊത്തു കൈകോർത്തു പിടിച്ചു നൃത്തം ആരംഭിച്ചു. നർത്തനശാലാ നൃത്തം, വർഗനൃത്തം തുടങ്ങി ഏതെങ്കിലും ഭൗതിക നൃത്തവുമായി കൃഷ്ണൻ്റെ രാസനൃത്തത്തെ ഒരിക്കലും തുലനം ചെയ്തുകൂടാ. രാസനൃത്തം തികച്ചും ആധ്യാത്മികമാണ്. ഇത് സ്ഥാപിക്കാൻ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ പല രൂപത്തിൽ വികസിച്ചു ഓരോ ഗോപികയുടെയും സമീപത്തു നിന്നു. ഇരുവശത്തു നിൽക്കുന്ന ഗോപികമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരുടെ മധ്യത്തിൽ അദ്ദേഹം നൃത്തം തുടങ്ങി. കൃഷ്ണൻ്റെ ദിവ്യമായ വികസനം ഗോപിമാരറിഞ്ഞില്ല. കാരണം ഓരോ ഗോപിയുടെയും മുമ്പിൽ കൃഷ്ണൻ ഏകനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ഓരോ ഗോപിയും കൃഷ്ണൻ തന്നോടൊത്തു നൃത്തം ചെയ്യുന്നുവെന്നാണ് കരുതുന്നത്. ഈ നൃത്തവേദിക്കു മുകളിലൂടെ സ്വർലോക നിവാസികളെയും വഹിച്ചുകൊണ്ട് അനേകം വിമാനങ്ങൾ പറന്നു നീങ്ങി. അവരെല്ലാം ഗോപിമാരുമൊത്തുള്ള കൃഷ്ണൻ്റെ അദ്ഭുത നൃത്തം കാണാൻ ഉത്സുകരായിരുന്നു. ഗന്ധർവന്മാരും കിന്നരന്മാരും ഗാനം തുടങ്ങി. അതോടൊപ്പം അവരവരുടെ ഭാര്യമാരുമൊത്ത് നർത്തകരുടെ മേൽ പുഷ്പവൃഷ്ടിയും ആരംഭിച്ചു. ഗോപികമാരുടെയും കൃഷ്ണൻ്റെയും നൃത്തത്തിനിടയിൽ അവരുടെ അരമണികൾ, ആഭരണങ്ങൾ, കൈവളകൾ എന്നിവയുടെ കിലുക്കം പരമാനന്ദമായ നാദം പുറപ്പെടുവിച്ചു. അമൂല്യരത്നങ്ങൾ പതിച്ച സ്വർണനിർമ്മിതമായ കണ്ഠാഭരണത്തിൻ്റെ മധ്യത്തിൽ തിളങ്ങുന്ന പച്ചരാശിയുള്ള ഇന്ദ്രനീലക്കല്ലുപോലെയാണു കൃഷ്ണൻ കാണപ്പെട്ടത്. നൃത്തം നടക്കുമ്പോൾ കൃഷ്ണൻ്റെയും ഗോപിമാരുടെയും അത്യസാധാരണമായ ആകാരവടിവ് പ്രകടമായിരുന്നു.
അവരുടെ പാദചലനങ്ങൾ, പരസ്പരമുള്ള കൈകോർക്കൽ, ചില്ലിവില്ലാട്ടങ്ങൾ, മന്ദസ്മിതം, ഗോപികമാരുടെ സ്തനകുംഭങ്ങൾ, വസ്ത്രാഞ്ചലങ്ങൾ, തുടുത്ത കവിൾത്തടങ്ങൾ, പുഷ്പങ്ങൾ ചൂടിയ കേശഭാരം എല്ലാം ഗാനനൃത്തങ്ങളുമായി ഇടചേർന്നു മേഘമാലകളുടെയും ഇടിമുഴക്കത്തിൻ്റെയും മഞ്ഞുവീഴ്ചയുടെയും മിന്നലിൻ്റെയും പ്രതീതിയുണ്ടാക്കി. കൃഷ്ണൻ്റെ ശരീരപ്രകൃതി മേഘമാലകൾ പോലെ തോന്നിച്ചു. അവരുടെ ഗാനം ഇടിമുഴക്കത്തിൻ്റെ പ്രതീതിയുണ്ടാക്കി. ഗോപിമാരുടെ സൗന്ദര്യം ആകാശത്തിലെ മഴവില്ല് പോലെ ശോഭിച്ചു. അവരുടെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പുകണങ്ങൾ മഞ്ഞുതുള്ളികൾ പോലെ കാണപ്പെട്ടു. ഇപ്രകാരം കൃഷ്ണനും ഗോപിമാരും നൃത്തത്തിൽ മുഴുകി. ഹരേ കൃഷ്ണ.